പാട്ടുകാരൻ പാടുന്നു, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ കർത്താവിൻ്റെ വേല ചെയ്യുവീൻ, വേഗമുണർന്ന് അവൻ്റെ വേല ചെയ്യുവീൻ. ഒരു തിടുക്കത്തോടു കൂടിയ ഒരാഹ്വാനമാണ്. അതായത് കാലമേറെ ഇല്ല, ഇനി മടിച്ചിരിക്കാൻ. പ്രൈസ് ഗോഡ്. അതിൻ്റെ അകത്തൊരു വരിയുണ്ട്, അത് സാധനം പാടിയൊന്നും ശ്രദ്ധിച്ചില്ല. കപ്പലിൻ്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങുന്ന യോനയെ. പ്രൈസ് ഗോഡ്. ഒത്തിരി പേര് ഉറക്കമാണ്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റം വരാൻ ഉണർന്നെഴുന്നേറ്റ് പ്രൈസ് ഗോഡ് കർത്താവിൻ്റെ വേല ചെയ്യാൻ. യോനയെ കടലിലെടുത്തിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കൂടെ കയറ്റി നിലവെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് ദൈവത്തിന് വേല ചെയ്യേണ്ടി വന്നു. നമ്മളെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്തടത്ത് എടുത്തിട്ട് ഇഷ്ടമില്ലാത്തതിനകത്തോട്ട് കയറ്റി ഇഷ്ടമില്ലാത്തടത്ത് കൊണ്ട് ഇറക്കാൻ, സുവിശേഷം പറയാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അവിടെ കൊണ്ട് ഇറക്കാൻ ഇടയാകരുത്. വേഗമുണർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുക. അതിന് ഈ ദിവസങ്ങളിലെ എല്ലാ ശുശ്രൂഷകളും അതിനു വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജോലിയാണ് കർത്താവിൻ്റെ വേല. അനുഭവത്തിൽ നിന്ന് പലരും പറഞ്ഞു, വചനം അത് തന്നെ പറയുന്നു. ഏറ്റവും കൂടുതൽ റിവാർഡ്സ് ഉള്ള, വേജസ് ഉള്ള, സാലറി കിട്ടുന്ന വേലയാണ് കർത്താവിൻ്റെ വേല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു തൊഴിലുമില്ലാത്തവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ല ജോലി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. ജോലി ഉള്ളവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യാമെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ വലിയ ജോലി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടും നമുക്ക് അഭികാമ്യമാണ്, അനുകരണീയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഉണരണം. ഉണർത്താനായിട്ട് ഞങ്ങളൊക്കെ ശ്രമിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഞങ്ങൾ കുറേ നേരം വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ, ഈ സാധാരണ വീടുകളിൽ നടക്കുന്നൊരു കാര്യമുണ്ട്. അമ്മ വിളിക്കും, മോനെ എഴുന്നേക്കടാ, മോളെ എഴുന്നേക്കടി എന്ന് കുറേ വിളിക്കും. കുറേ വിളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്ന് അപ്പനോട് പറയും, ഞാൻ എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. അപ്പം രണ്ടടി കൊടുക്കാൻ വയ്യെന്ന് ചോദിക്കും. അപ്പം അമ്മ അടിക്കും. അമ്മ അടിക്കുന്ന ഈ ഓങ്ങുന്ന ബലം അടിക്ക് കാണത്തില്ലേ. തള്ളമാരുടെ അടിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു അപ്പം തന്നെ നേരിട്ട് വന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം കോരി ചിലപ്പോൾ തലയിൽ ഒഴിച്ചെന്നിരിക്കും. അപ്പം ചാടി എണീറ്റ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് എഴുന്നേക്കേണ്ടിയും വരും. അപ്പം അങ്ങനെയൊക്കെ എഴുന്നേക്കുന്നത് എത്ര നല്ലത്, അമ്മ വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രൈസ് ഗോഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കെ. നിങ്ങളെ വഴക്ക് പറയാനൊന്നുമല്ല, നിങ്ങൾക്ക് പിടി കിട്ടത്തക്കവണ്ണം വേറെ ഇരുത്തി ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ വീട്ടിൽ വരാം. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല, അങ്ങനെ വല്ലവരും ഉണ്ടോ? ഒന്ന് കൈവയ്ക്ക്. പ്രൈസ് ഗോഡ്. ഈ തിരിച്ച് ഞാൻ ചോദിച്ചിട്ടെ, എല്ലാം ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിലാക്കാൻ എങ്ങനെ കഴിയുമെന്ന് അറിയത്തില്ല. ഇനി ബാക്കിയും കൂടെ കേട്ടാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയുള്ളൊരു കരമയ്ക്ക് ഒരു ആശീർവാദം ഒരു അല്ലെലിയോ പറയാമോ? എന്നിട്ട് എല്ലാവരും പൊങ്ങുന്നില്ലല്ലോ. എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് ഒന്നുകൂടെ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് നടപ്പാക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതെങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെയുള്ളവരാണ് കൈവക്കാൻ പറഞ്ഞത്. അപ്പോൾ കൈവക്കാന്ന് വെച്ചാൽ എന്നെ തല്ലൻ്റെ അമ്മാവ, ശരിക്കും തല്ല് കിട്ടുമ്പോൾ നന്നാവും. തല്ലണ്ട അമ്മാവ എന്ന് പറഞ്ഞാൽ അടി കൂടുതൽ കൊടുക്കുക എന്ന അർത്ഥം. എന്നിട്ട് തല്ലാതെ വിടത്തില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവത്തില്ല എന്ന് പറഞ്ഞാൽ വല്ല അമ്മാവൻ വിടുവോ? അമ്മാവൻ നീ മരുമോനായിരിക്കുന്നിടത്തോളം കാലം അമ്മാവന് നിന്നെ നന്നാക്കിയേ പറ്റൂ. എന്ന് പറഞ്ഞാൽ തല്ലണ്ടെന്ന് പറഞ്ഞാലും തല്ലിയേ പറ്റൂ. പിന്നെ തല്ലണ്ടെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് കിട്ടിയ അടിയേക്കാൾ ഇരട്ടി ശക്തിയുള്ള അടിയായിരിക്കും അടുത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാം. അതുകൊണ്ട് ഇനി ഞാൻ കൈയൊന്നും പൊക്കിക്കുന്നില്ല, അവിടെ തന്നെ അങ്ങ് ഇരുന്നോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മനോഭാവത്തോടെ ഇരിക്കണം. കർത്താവേ, എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സുവിശേഷം പ്രായോഗികമാക്കാൻ പറ്റും? കർത്താവേ, നീ എന്നെ സഹായിച്ചു, എൻ്റെ മക്കളെ സഹായിച്ചു, എൻ്റെ കുടുംബത്തെ സഹായിച്ചു, എൻ്റെ മക്കൾക്ക് ജോലി കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, എനിക്ക് വീട് തന്നു. അനേകർക്ക് തെരുവിൽ കിടക്കുമ്പോൾ, അനേകരുടെ മക്കൾ പ്രൈസ് ഗോഡ് അനാഥരായി തീർന്നപ്പോൾ ഞങ്ങളുടെ മക്കളെ നീ അനാഥരായി വിട്ടില്ല. ഇത്രയൊക്കെ ഓർത്ത് ദൈവത്തിൽ സമർപ്പിക്കാം. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചായൻ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തമ്പിച്ചായനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും പുതുതായിട്ടുള്ളവരോട് ഞാൻ പറയാം. ഇന്ത്യൻ നേവിയിൽ ഉയർന്ന നിലവാരത്തിൽ ഒരു ഉദ്യോഗത്തിലിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് തൻ്റെ
ദേശത്തേക്ക് പോയി. അവിടെ തമ്പിച്ചായന് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് അന്നും താല്പര്യമുണ്ടായിരുന്നു. ഞാൻ തമ്പിച്ചായനെ പരിചയമുള്ളവർ മസ്കറ്റിലുള്ള സ്ഥാനത്ത് ഞാൻ ചെന്നപ്പോൾ തമ്പിച്ചായൻ്റെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ളവർ, കൂട്ടു സഹോദരന്മാരായിട്ടുള്ളവർ എന്നെക്കുറിച്ച്, തമ്പിച്ചാനെക്കുറിച്ച് എന്നോട് ഒത്തിരി സംസാരിച്ചു. അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഒരു ദാഹം തമ്പിച്ചാനുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അത് ഞാനിപ്പോൾ ഇവിടെയും കണ്ടിട്ടുണ്ട്. സുവിശേഷ ഒരു പ്രസംഗം കഴിഞ്ഞ് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഒത്തിരി പേരുടെ മുഖം വാച്ച് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ മുഖത്ത് സന്തോഷവും ഒരു വല്ലാത്ത ഒരു അനുഭവവും തമ്പിച്ചാൻ്റെ മുഖത്ത് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദഹിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, തീയിൽ കിടക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ഒരു ഭാരം അങ്ങനെ തമ്പിച്ചാൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല, ഗൾഫിലായിരുന്നപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ, അന്ന് തമ്പിച്ചാൻ പെന്തിക്കോസിലല്ല, അവിടെ നടക്കുകയും അതിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തിയേറിയ പ്രവർത്തനങ്ങൾ കാണാനും ഇടയായത് ഞാൻ കേട്ടിട്ടുണ്ട്. തമ്പിച്ചാൻ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ജനം മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണമാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, 4 ദിവസം പ്രാർത്ഥിച്ചു, 5 ദിവസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടുന്നില്ല. പക്ഷേ പ്രാർത്ഥന നിർത്തുന്നില്ല, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തമ്പിച്ചാൻ പറഞ്ഞ ആ ഭാഷ ഞാൻ പറയാം. ഈ റബ്ബറും കാ പൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റബ്ബർ തോട്ടത്തിൽ മഴക്കാലത്ത്, വേനൽക്കാലത്ത് ചെന്നാൽ റബ്ബറിൻ്റെ കായ പൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ആദ്യം ഒരെണ്ണം അവിടെ പൊട്ടും, കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം ഇപ്പുറത്ത് പൊട്ടും, ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് മാറിപ്പൊട്ടും, പിന്നെ ഒരു 2-3 എണ്ണം പൊട്ടും, കുറച്ച് കഴിയുമ്പോൾ ചടപടാന്ന് പൊട്ടാൻ തുടങ്ങുന്നു. പ്രൈസ് ഗോഡ്. കണ്ടിട്ടുള്ളവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. തമ്പിച്ചാൻ പറഞ്ഞു, പാസ്റ്ററെ, ഈ റബ്ബറും കാ പൊട്ടുന്ന പോലെ പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇപ്പോൾ മറുപടി വന്നില്ലെങ്കിലും, നാളെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വന്നില്ലെങ്കിലും, ചില ദിവസങ്ങൾ പ്രാർത്ഥന നിർത്തല്ലേ, പ്രാർത്ഥന തുടര്. ആമേൻ, ഹല്ലേലൂയ. ഒരു വിഷയത്തിന് ഇതാ ഒരു മറുപടി വരുന്നു, മറ്റു വിഷയത്തിന് അതാ അവിടെ ഒരു മറുപടി വരുന്നു, മറ്റു വിഷയത്തിന് ഇതാ ഇവിടെ ഒരു മറുപടി വരുന്നു. അങ്ങനെ മറുപടികളുടെ ഒരു ഘോഷയാത്ര തന്നെ. ആമേൻ, റബ്ബറും കാ പൊട്ടുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ പൊട്ടട്ടെ, നിങ്ങളുടെ തലമുറയിൽ പൊട്ടട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പൊട്ടട്ടെ. ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അത്ഭുതകരമായ വിധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഉപവാസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഇപ്പോൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പൊട്ടും പൊട്ടും പൊട്ടും. നിന്റെ മറുപടി തടഞ്ഞു വച്ചിരിക്കുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന്, പാർസി രാജ്യത്തിലെ പ്രഭുവിൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുകിട്ടും. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു സെഷനിൽ പറഞ്ഞല്ലോ, പ്രൈസ് ഗോഡ്, പാർസി രാജ്യത്തിൻ്റെ പ്രഭു ദാനിയേൽ ഉപവസിക്കാൻ തുടങ്ങിയ 1-ാമത്തെ ദിവസം തന്നെ മറുപടി പുറപ്പെട്ടതാണ്. ദാനിയേലേ, നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചതിൻ്റെ, ദർശനത്തിൻ്റെ മനസ്സ് വെച്ചതിൻ്റെ 1-ാം നാൾ തന്നെ മറുപടി പുറപ്പെട്ടു. പക്ഷേ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം അത് തടുത്തു വച്ചു. പക്ഷേ പ്രൈസ് ഗോഡ്, 21 ദിവസത്തിൽ കൂടുതൽ തടുത്തു വയ്ക്കാൻ പറ്റിയില്ല. 21-ാം ദിവസമായപ്പോൾ ദൈവത്തിന് മനസ്സിലായി. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഉപവസിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ദാനിയേലിൻ്റെ അടുക്കിലേക്ക് മറുപടി ചെന്നേ പറ്റൂ. ഇന്ന് പകൽക്കാലം ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ ദൈവത്തിനറിയാം നിൻ്റെ അടുക്കിലേക്ക് മറുപടി വന്നേ പറ്റൂ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വന്നേ പറ്റൂ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തന്നേ പറ്റൂ. ആര് തടുത്തു വെച്ചാലും, എവിടെ പിടിച്ചിട്ടാലും അത് വെളിയിൽ കൊണ്ടുവരുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മനസ്സിലായി? അപ്പം കർത്താവ് വിചാരിച്ചു ദാനിയേലിൻ്റെ മറുപടി ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മീഖായേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം അങ്ങോട്ട് ചെല്ല്. ഞാൻ ഇവിടെ നിന്ന് കൊടുത്തുവിട്ട പ്രാർത്ഥനയുടെ, ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി പാർസി രാജ്യത്തിൻ്റെ പ്രഭു അന്തരീക്ഷത്തിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്.
21 ദിവസമായി എൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ്റെ മറുപടി താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ചെന്ന് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ എൻഗേജ് ചെയ്തിട്ട് ഗബ്രിയേലിനെ റിലീസ് ചെയ്ത് എൻ്റെ ദാസനായ എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലിനുള്ള മറുപടി അവിടെ എത്തിക്ക്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിനക്കുള്ള മറുപടി, തടഞ്ഞു വെച്ച മറുപടി, ഒളിച്ചു വെച്ച മറുപടി, പിടിച്ചു വെച്ച മറുപടി നിന്റെ സന്നിധാനത്തിൽ എത്തിക്കത്തക്കവണ്ണമുള്ള ദൈവകൃപ വെളിപ്പെടട്ടെ. അത് വെളിപ്പെടും. പ്രൈസ് ഗോഡ്. അത് വെളിപ്പെടും. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. എത്ര പേർക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നറിയാം? അങ്ങനെയാണെങ്കിൽ വല്ലവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമെന്ന് അറിയാമെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. തമ്പിച്ചായൻ ഈ സഭയിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ കഴിവിനപ്പുറത്തായിട്ടും കഴിവിന് ഉപരിയായിട്ടും സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രായത്തെ വകവയ്ക്കാതെ ആമേൻ. പ്രൈസ് ഗോഡ്. ഇവിടെ ഞങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ തമ്പിച്ചായനാണ്. താൻ ഓടി നടക്കുന്നു. ഇവിടുത്തെ യൂത്തിൻ്റെ ലീഡറാണ്. ഇപ്പോൾ മനസ്സിലാക്കാമല്ലോ. പ്രൈസ് ഗോഡ്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനം ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വയശോധനയുടെയും ആത്മതപനത്തിൻ്റെയും 4ാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ഈ ദിവസങ്ങളിൽ വചനം ശക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ശുഭകരമായൊരു യാത്ര നയിക്കുന്നതിനും എപ്രകാരം അത് സഹായകമാകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് വിനയപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ളതായ വചന കേൾവികൾ, വചന പഠന ക്ലാസ്സുകളൊക്കെയും അനുഗ്രഹമായി തീരട്ടെ. സഭയായി ഒന്ന് ഉണരുവാൻ, കുടുംബമായി ഒന്ന് ഉണരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയായി തീരട്ടെ. വിടേണ്ടതായ പല സംഗതികളുണ്ട്. എന്നെങ്കിലേ പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാൻ കഴിയുള്ളല്ലോ. ആകയാൽ വിടേണ്ട കാര്യങ്ങളെ വിട്ട് പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. പ്രാർത്ഥിക്കും. അൻപുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, നീ ഇതിനെ വാഴ്ത്തണമേ, ഇതിനെ വിഭാഗിക്കുവാൻ അടിയനെ അധികാരപ്പെടുത്തണമേ. അടിയനും കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. അടിയൻ നിൻ്റെ മഹത്വത്തെ തൊടുകയില്ല. എല്ലാ മഹത്വവും കർത്താവിൻ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികളിലും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അനവധി ഉപമകൾ പറഞ്ഞ് ഉപമകളിൽ കൂടി ആത്മീക സത്യങ്ങളെ താൻ വെളിപ്പെടുത്തി. ഒരു വലിയ ആത്മീക സത്യം ഈ ഉപമയിൽ കൂടിയും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഒരു പരീക്ഷ പ്രമാണി തന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ആ പരീക്ഷ പ്രമാണിയോട് പറഞ്ഞു, എങ്ങനെയാണ്, ആരെയാണ് വിരുന്നിന് ക്ഷണിക്കേണ്ടത് എന്ന് പരീക്ഷ പ്രമാണിയോട് പറഞ്ഞു. അത് മുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കേണ്ട. തന്നെ ക്ഷണിച്ചവനോട് പറഞ്ഞത്, തന്നെ ക്ഷണിച്ച വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യം. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. കൂടെ പന്തിയിലിരിക്കുന്ന ഒരുവൻ ആരെ ക്ഷണിക്കണം, എന്താ കാര്യങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുവൻ പന്തിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ, ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവനൊരു യഹൂദനായിരുന്നു. അതിൻ്റെ അർത്ഥം സ്വർഗീയ വിരുന്നിൽ പങ്കാളിയായി തീരുന്നത്
കർത്താവിനോടുകൂടി ദൈവരാജ്യത്തിലായിരിക്കുന്നത് വലിയ ഒരു ഭാഗ്യാവസ്ഥ തന്നെയാണ്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും എന്തെല്ലാം നേടിയാലും ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇഹലോകത്തിലെ താൽക്കാലികമായ വാസം കൊണ്ട് ഒന്നും നേടുവാൻ കഴിയുന്നില്ല. അവൻ വലിയ നഷ്ടത്തിലാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം നഷ്ടമല്ല, ഏറെ നഷ്ടമാണ്. ഏറെ നഷ്ടമല്ല, തീരാ നഷ്ടമാണ്. ഒരിക്കലും നികത്താനാവാത്ത രീതിയിൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, അവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. ഈ പന്തിയിലിരിക്കുന്ന യഹൂദൻ അവൻ ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ, കർത്താവെ ഞാൻ ആ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലാണ്, നമ്മളെല്ലാം ആ കൂട്ടത്തിലാണെന്ന് സ്വയം ഒരഭിമാനിക്കുകയാണ്. അവൻ പറയുകയാണ്, യഹൂദന്മാർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും പാപികളും ചുങ്കക്കാരും ജാതികളും സ്വർഗരാജ്യത്തിൽ കാലുകുത്തുന്നത് ഊഹിക്കാൻ പോലും ഈ യഹൂദന് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ കർത്താവ് ഒരു മറുപടി ഓർത്തു. യഹൂദൻ മാത്രമല്ല, അല്ലെങ്കിൽ യഹൂദൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് ഈ ഉപമയിൽ കൂടി കർത്താവ് തെളിയിച്ചു. കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിലെ പന്തി ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. യഹൂദൻ മാത്രമല്ല, ഹല്ലേലൂയ, അർഹതയില്ലാത്ത, അർഹിക്കാത്ത, നീ കണക്ക് കൂട്ടാത്ത പലരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് ഈ യഹൂദനോട് പറഞ്ഞു. അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചാണ്. 16. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. ഒരു മനുഷ്യൻ വലിയ ഒരു സദ്യ ഒരുക്കി പലരെയും ക്ഷണിച്ചു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയ ഒരു രാജാവിനോട് ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുക. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം ഒരു കല്യാണ വിരുന്നിനോട് ഉപമിച്ചു. ഇവിടെ കർത്താവ് പറയാണ്, ഒരു മനുഷ്യൻ ഒരു വലിയ സദ്യ ഒരുക്കി, ഒരു വിരുന്നൊരുക്കി, അവൻ പലരെയും അതിലേക്ക് ക്ഷണിച്ചു. പലരെയും ക്ഷണിച്ചു. കടന്നു വരിക, വിരുന്നിലേക്കുള്ള ക്ഷണം കൊടുത്തു. അത്താഴ സമയമായപ്പോൾ വേലക്കാരെ അയച്ചു, പറഞ്ഞു, വരുവീൻ, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ പറഞ്ഞു വേലക്കാരനെ അയച്ചു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അന്ന് മുതൽ അനേകരെ കർത്താവ് ഈ വലിയ വിരുന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് അന്നും ഇന്നും അനേകരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിരുന്നൊരുക്കി വലിയ ഒരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ. ദൈവത്തിൻ്റെ ഹിതം അതാണ്. ഒരു മനുഷ്യൻ പോലും നാശത്തിൽ പോകാതെ വണ്ണം എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കെടുക്കണമെന്ന്, സന്തോഷത്തിലായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. താഴോട്ട് വായിച്ചാട്ട്. അങ്ങനെ ക്ഷണിച്ചപ്പോൾ അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്നത് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. 3 പേരുടെ ഒഴികഴിവുകൾ. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണത്തിന്റെ മധ്യത്തിൽ ഏത് വിധേനയും ഒഴിയുവാൻ, അല്ലെങ്കിൽ ഈ ഒഴികഴിവുകളെല്ലാം സത്യമാണെങ്കിലും മതിയായ കാരണങ്ങളല്ല, അത് മാറ്റിവെക്കാവുന്നതാണ്. എങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയുവാൻ, ഈ ആത്മീക സന്തോഷത്തിൽ നിന്ന് ഒഴിയുവാൻ തക്കവണ്ണം കാരണങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഒരുവൻ പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് പുതിയ ഭാര്യയുമായി ആ വിരുന്നിൽ സംബന്ധിച്ചുകൂടാ? നിശ്ചയമായും സംബന്ധിക്കാം. എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി ഒഴിവുകഴിവുകൾ അവൻ നിരത്തി വെക്കുകയാണ്. ഓരോരുത്തരുടെയും ഒഴിവഴിവുകൾ നോക്കുമ്പോൾ പറയാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഈ ലോകത്തിലുണ്ട്. ഈ സത്യമാണ് ദൈവം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒഴികഴിവുകൾ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ നിരത്തിയാലും വിരുന്ന് മുടങ്ങുകയില്ല. വിരുന്ന് ആ തക്ക സമയത്ത് തന്നെ വിരുന്ന് നടന്നിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഒഴികഴിവുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആത്മീക കാര്യങ്ങളിലുള്ളതായ ഉത്സാഹവും കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നാം കേട്ടു, ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ആ സംഭവം നാം കേട്ടു.
ചുവന്നു തിളങ്ങുന്നതായ പായസം ഒരുക്കി വെച്ചതായ യാക്കോബ് ഏശാവിനോട് പറയുന്നു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരിക, എന്നാൽ ഈ പായസം ഞാൻ നിനക്ക് തരാം. അവൻ നന്നായി ക്ഷീണിച്ചവനായിരുന്നു. വന്നു കയറിയപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠാവകാശം ഒരു വിഷയമല്ല. അവൻ പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന്? ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിനാ? ഈ തുള്ളൽ എനിക്കെന്തിനാ? ഈ കൊട്ടും പാട്ടും എനിക്കെന്തിനാ? ഈ കൂട്ടായ്മ എനിക്കെന്തിനാണ്? ഈ ആരാധന എനിക്കെന്തിനാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകത്തിൻ്റെ സന്തോഷങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ചുവന്നു തിളങ്ങുന്ന ചില കാര്യത്തിൻ്റെ പുറകെ പോയി താൽക്കാലികമായി സമ്പാദിക്കുന്നതാണ് എനിക്ക് മതി. ഭാവിയിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പഴയ നിയമം നാം പഠിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ജ്യേഷ്ഠൻ, ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠൻ ഇരട്ടി പങ്കാണ്. അവൻ ഇരട്ടി അനുഗ്രഹമാണ്. ജ്യേഷ്ഠസ്ഥാനം, ആ സ്ഥാനം അവൻ നഷ്ടപ്പെടുത്തി അവൻ വലിച്ചെറിയുക. എന്താ? എനിക്കെന്തിനാ ഇത്? എനിക്ക് അത് മതി. ഈ അനുഗ്രഹങ്ങളെ വലിച്ച് ഒഴികഴിവുകൾ പറഞ്ഞ് വലിച്ചെറിയും. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ഇത് കേട്ട് അതിൻ്റെ 15-ാമത്തെ യജമാനൻ കോപിച്ചു. അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചാൽ, 21-ാമത്തെ വാക്യം, ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് യജമാനൻ കോപിച്ചു. ഈ ഒഴികഴിവുകളും ഈ ഉദാസീനതയും ഈ മടിയും കണ്ട് വലിയ വിരുന്നൊഴുക്കി വെച്ച് സന്തോഷത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിനെ അവഗണിച്ചത് കണ്ടപ്പോൾ യജമാനന് കോപം ജ്വലിച്ചു. യജമാനന്റെ കോപം ഒരു വിഷയമല്ല അവർക്ക്. യജമാനൻ കോപിക്കുന്നത് കാര്യമല്ല. യജമാനന്റെ കോപത്തിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും കഴിയാതെ ഒഴികഴിവുകൾ പറയുകയാണ്. മറ്റുള്ളവരെന്തു പറയും, യജമാനൻ എന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല. യജമാനൻ കോപിക്കുമെന്നുള്ളതൊരു വിഷയമല്ല. മറ്റുള്ളവരെന്തു പറയും, എൻ്റെ അയൽവാസികൾ എന്തു പറയും, എൻ്റെ ബന്ധുമിത്രാദികൾ എന്തു പറയും, ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഈ ആത്മീയ കൂട്ടത്തിലേക്ക് പോയാൽ മറ്റുള്ളവരെന്തു പറയും? ഇതാണ് നമ്മുടെ വിഷയം, എൻ്റെ വിഷയം, നിങ്ങളുടെ വിഷയം. ഒഴികഴിവുകൾ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വിളി നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴും ആത്മീയ കാര്യങ്ങളിലുള്ളതായ വിരക്തി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു പറയും? അയൽവാസികളുടെ മുമ്പിൽ ഞാനൊരു നിന്ദാപാത്രമായി തീരുകയില്ലേ? ബന്ധുമിത്രാദികളുടെ മുമ്പിൽ ഞാൻ അവഹേളിക്കപ്പെടുകയില്ലേ? സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടുകയില്ലേ? ഈ ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. അതുകൊണ്ടെന്താ? യജമാനന്റെ കോപം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ജ്വലിക്കുകയാണ്. യജമാനൻ കോപിച്ചു. ഒഴിവഴി കേട്ടപ്പോൾ യജമാനന്റെ കോപം ജ്വലിച്ചു. യജമാനന്റെ കോപത്തിൽ നിന്ന് ഒഴിയുകയാണ് മറ്റുള്ളവരുടെ വിമർശനത്തെക്കാളും പരിഹാസത്തെക്കാളും നല്ലത്. മറ്റുള്ളവരെന്തും പറയട്ടെ, മറ്റുള്ളവരെങ്ങനെയും ആയിരിക്കട്ടെ, നമുക്കതൊരു വിഷയമല്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കനുസരിച്ച് നമ്മെ തന്നെ ഹല്ലേലൂയ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടി. ഞാൻ ഓർപ്പിച്ചല്ലോ, നാം ആരെല്ലാം അവഗണിച്ചാലും വിരുന്ന് തക്ക സമയത്ത് നടക്കും. അവഗണിച്ചവർ അതിന് പുറത്താകും. ഹല്ലേലൂയ. ഒരർഹതയും ഇല്ലാത്തവർ വിരുന്നിൽ പങ്കാളികളായിത്തീരും. താഴോട്ട് വായിച്ചാട്ടെ. നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ വീട്ടുടയൻ കോപിച്ച് ദാസനോട്, നീ വേഗം ചെല്ലണം, പട്ടണത്തിലെ വീഥികളിൽ ചെല്ലണം. വേഗത്തിൽ. ആര് പോകണം? നീ പോകണം, ഞാൻ പോകണം. എന്തിന്? ഇനിയും സ്ഥലമുണ്ട് അനേകരെ ഇതിലേക്ക് ക്ഷണിക്കുവാൻ. അതെങ്ങനെ പോകണം? വേഗത്തിൽ പോകണം, തിടുക്കത്തിൽ പോകണം. കാരണം വിരുന്നൊരുങ്ങിയിരിക്കുകയാണ്. അതിന് അധികം സമയമില്ല, കാത്തിരിക്കുവാൻ സമയമില്ല. നീ വേഗത്തിൽ ചെല്ലണം. ഹല്ലേലൂയ. ദൈവം ഒരു ദൗത്യം തൻ്റെ ദാസന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ആ ചിന്തയാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്.
നീ വേഗത്തിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ ആ ഗ്രേറ്റ് കമ്മീഷൻ വലിയ ദൗത്യമാണ്. നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോകണം. പോയി ആ ദൗത്യം അറിയിക്കണം. അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. നീ വേഗത്തിൽ ചെല്ലണം. പുറപ്പെട്ട് മത്തായിയുടെ സുവിശേഷം 16:16 നാം വായിക്കുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. യജമാനൻ പറയുകയാണ്, നീ വേഗത്തിൽ പോകണം. ഇനിയും അധികം സമയമില്ല. വിരുന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. കാഹളധ്വനി കേൾക്കുവാൻ ഇനി അധിക സമയമില്ല. നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഈ ലോകത്തിൽ കിടക്കുകയാണ്. വേഗം വീഥികളിൽ ചെല്ല ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. ജാതികളിലേക്ക് അവൻ തിരിഞ്ഞു. അതുകൊണ്ടാണ് നമുക്കും ഈ പദവി ലഭിക്കുവാനിടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണത്തിനുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികളോടും പാപമോചനവും മാനസാന്തരവും പാപമോചനവും നിങ്ങൾ പ്രസംഗിക്കണം. നിങ്ങൾ അത് പ്രസംഗിക്കണം. ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യമാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട നിങ്ങൾ പെട്ടെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പോകരുത്. നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയും വേണം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ തന്നെ യെരൂശലേമിൽ നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കുകയും വേണം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും പോയി പാപമോചനവും മാനസാന്തരവും നിങ്ങൾ പ്രസംഗിക്കണം. തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ദൗത്യം അതാണ്. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽകണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഡോക്ടർ സിനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗത്തിലെ ഒരു സംഭാഷണം പറഞ്ഞല്ലോ. ഗബ്രിയേൽ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഈ മനുഷ്യരെ ഏൽപ്പിച്ചതായ ദൗത്യം അവർ ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ അടുത്ത ഓൾട്ടർനേറ്റ് എന്താ കർത്താവേ? നീ ലോകത്തിന് വേണ്ടി ചെയ്തത്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തത്, ലോകത്തോട് അറിയിക്കുവാൻ നീ ഭരമേൽപ്പിച്ചത് നിന്റെ ശിഷ്യന്മാരെയാണല്ലോ കർത്താവേ. എന്തുകൊണ്ട് ഞങ്ങളെ അത് ഭരമേൽപ്പിച്ചില്ല? ഞങ്ങൾ പോയി പറയാം. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചതായ, അത് കേട്ടപ്പോൾ എന്നെ സ്പർശിച്ചതായ ഒരു സംഗതിയാണ്. അല്പസമയം ഭാവനയാണെങ്കിൽ പോലും ഒരു നിമിഷം കർത്താവ് ഒന്ന് നിന്നു എന്ന് പറഞ്ഞു. ഓ, ഈ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ, സുവിശേഷം അറിയിക്കുന്നത് പരാജയപ്പെട്ടാൽ, ഈ ലോക ജനത മുഴുവനും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെൻ്റെ എല്ലാം അന്ത്യം എരിയുന്ന തീച്ചൂളയാണ്. പാതാളത്തിന് ആളുകളെ കൂട്ടുവാൻ, എണ്ണം കൂട്ടുവാൻ തക്കവണ്ണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലരെയെങ്കിലും നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അപ്പോൾ പറഞ്ഞു, കർത്താവ് ഒരു മിനിറ്റ് നിന്നതിന് ശേഷം പറഞ്ഞ്, നോ അതർ ഓൾട്ടർനേറ്റീവ്. വേറെ ഒരു മാർഗവുമില്ല. അവര് പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഭാവനയാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ അർത്ഥം തെളിഞ്ഞു കിടപ്പുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോകത്തോട് പോയി പറയുവാൻ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പാപമോചനവും മാനസാന്തരവും പറയണം. യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നടന്നു പോകുന്നത് കണ്ടിട്ട് പറയാൻ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതിൻ്റെ അർത്ഥം ലോകം പാപത്തിലാണ്. ഈ ലോകം മുഴുവനും പാപത്തിലാണ്.
ഇതിൽ നിന്നൊരു വീണ്ടെടുപ്പേ കിട്ടിയേ മതിയാകുകയുള്ളൂ. ഒരു രക്ഷ നേടണം. അതല്ലെങ്കിൽ ഈ ലോകം മുഴുവനും പാപത്തിൻ്റെ ശിക്ഷയായ ആ മരണത്തിലേക്കാണ് പോകുന്നത്, നിത്യനാശത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഇവനാണ് ആ രക്ഷകൻ. പറയുക, ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അത് ദൈവിക വ്യവസ്ഥയാണ്, അതിന് മാറ്റമില്ല. എന്നാൽ അതിനുവേണ്ടി പിതാവായ ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ പദ്ധതിയായിരുന്നു താൻ തന്നെ ജഡത്തിൽ അവതരിച്ച് മനുഷ്യവർഗത്തെ രക്ഷിക്കുകയായി. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകത്തിനൊരു രക്ഷകൻ ആവശ്യമാണ്. ആ രക്ഷകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ലോകം പാപത്തിലാണ്, ഈ മനുഷ്യവർഗത്തെ രക്ഷിക്കണം. നീതിമാനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കണം. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. രക്ഷപ്പെടുവാൻ മാർഗമില്ല. എന്നാൽ ദൈവം സ്നേഹവാനായ ദൈവത്തിന് പാപിയെ രക്ഷിക്കണം. നീതിമാനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കണം. സ്നേഹവാനായ ദൈവത്തിന് പാപിയെ രക്ഷിക്കണം. ഒരു പാപിയുടെ രക്തം ഒരു പാപിക്ക് വേണ്ടി ഒഴുക്കിയാൽ പിതാവായ ദൈവം പ്രസാദിക്കയില്ല. ഊനമില്ലാത്ത ഒരു മനുഷ്യന്റെ രക്തം, പാപമില്ലാത്ത ഒരുവന്റെ രക്തം പാപിക്ക് വേണ്ടി ചൊരിഞ്ഞാൽ പിതാവ് പ്രസാദിക്കും. അങ്ങനെ അകന്ന ബന്ധത്തെ ഒരു നിരപ്പിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇത് ലോകത്തോടൊന്ന് വിളിച്ചു പറയണം. അത് ആ ദൗത്യമാണ്. പാപമോചനമുണ്ട്. നീ പാപത്തിൽ മരിക്കേണ്ട. നീ പാപിയായി ജനിച്ചുവെങ്കിലും പാപി എന്നുള്ള മേലെടുത്ത് മാറ്റി നിന്നെ നീതിമാനാക്കുവാൻ, നാം പാപം സംബന്ധിച്ച് മരിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തിന്? പാപി എന്നുള്ള മേലെടുത്ത് മാറ്റി നീതിമാൻ എന്നുള്ള മേലെടുത്ത് തരുവാൻ. ഇത് ലോകത്തോട് വിളിച്ചു പറയണം. ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഭൂലോകത്തിലൊക്കെയും പോയി. ആരോടാണ് പറയേണ്ടത്? ഭൂലോകത്തിലൊക്കെയും പോയി സർവ സൃഷ്ടികളോടും, മുമ്പിൽ കാണുന്ന സർവ സൃഷ്ടികളോടും ഇത് പറയണം. പറഞ്ഞില്ല എങ്കിൽ കുറ്റം നമ്മുടെ മേലാണ്. ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്യുന്നില്ല എങ്കിൽ ഒരു കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരും. അപ്പോസ്തല പ്രവൃത്തികൾ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പിന്നെ എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ഈ നശിച്ചു പോകുന്ന ജാതികളോട് ഈ രക്ഷയുടെ ദൂതറിയിക്കുവാൻ ഒരുവൻ ഇല്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടും? എങ്ങനെ കേൾക്കും? എങ്ങനെ അവൻ സത്യമറിയും? പ്രസംഗിക്കാൻ ഒരാൾ വേണം, പൊരുളിതിരിക്കാൻ ഒരാൾ വേണം. ഈ വായിക്കുന്നത് എന്താണെന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, പൊരുളിതിരിച്ചു കൊടുക്കുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. ദൈവം കണ്ടത് എന്നെയും നിങ്ങളെയുമാണ്, ദൂതന്മാരെയല്ല കണ്ട്. നാം പരാജയപ്പെട്ടാൽ ദൈവത്തിൻ്റെ പദ്ധതി പരാജയത്തിലേക്കാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ? ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ നിനക്ക് ഒരുക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ തന്നെ നരകത്തെ കുറിച്ചും പ്രസംഗിക്കണം. നരകത്തിന്റെ ഭീതിയെ കുറിച്ച് പറയണം. എന്താണ് ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് വീഴാൻ പോകുന്നത്? ഈ വിളിയെ അവഗണിച്ച് മുൻപോട്ട് പോയാൽ നിന്റെ അന്ത്യം എവിടെയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയണം.
സ്വർഗരാജ്യമുണ്ടെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഒരു എരിയുന്ന തീച്ചൂളയാണ്. വിളിയ നിസ്സാരമായ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഇതിൽ നിന്ന് മാറി ഇപ്പോഴുള്ളതായ താൽക്കാലിക സന്തോഷം, അല്ലെങ്കിൽ ചുവന്ന് തിളങ്ങുന്ന ചിലതിൻ്റെയൊക്കെയും പോയി കണ്ണിന് രസിക്കത്തക്കതും നാക്കിന് രുചിക്കത്തക്കതും, ഹല്ലേലൂയ, അങ്ങനെയുള്ളതിൽ കുഴഞ്ഞു കിടന്ന് ഇത് മതി എന്ന് പറഞ്ഞ് എനിക്കെന്തിനാ മറ്റേ ആത്മീകമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഏശാവ് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും മാനസാന്തരത്തിന് ഇടകണ്ടില്ല, അനുഗ്രഹത്തിന് ഇടകണ്ടില്ല എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആഷ്ലിയുടെ കയ്യിൽ നരകത്തിൻ്റെ കുറിച്ചൊരു ക്ലിപ്പിംഗ് ഉണ്ടായി. കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നരകത്തിൻ്റെ അടിയിൽ കൂടി വേറൊരു സൈഡിൽ കൂടി കർത്താവിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു ഭക്തൻ കണ്ട ദർശനമാണ്. അപ്പോൾ ഒത്തിരി പേര് നിലവിളിക്കുക, കർത്താവേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. എരിയുന്ന തീച്ചൂളയിൽ കിടന്ന് പിടയുമ്പോൾ അനേകർ വിളിച്ചു കൂവുകയാണ്. കർത്താവ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. ഇന്നവൻ രക്ഷകനാണ്, നാളെ അവൻ ന്യായാധിപതിയാണ്. ഇത് ലോകത്തോടൊന്ന് വിളിച്ചു പറയുവാൻ, ഈ ഭീകരമായ അവസ്ഥ ലോകത്തെ ഒന്നറിയിക്കുവാൻ, പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ കാവൽക്കാരാക്കി മാറ്റിവെച്ചിരിക്കുക. ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന മൂലം അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടട്ടെ. നാം അറിയാതെ നാം പറയുന്നതായ അല്ലെങ്കിൽ നാം പ്രസംഗിക്കുമ്പോൾ ചിലരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുവാനിടയായിത്തീരും. സ്വർഗരാജ്യത്തിൽ നാം എത്തുമ്പോൾ അനേകർ കറ്റകളുമായി നിൽക്കുമ്പോൾ ചില നെന്മണികളെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ ഇടയായിത്തീരട്ടെ. മനുഷ്യപുത്ര, ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഒരു നാളിൽ ഞാൻ കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. നിന്നെ ഏൽപ്പിച്ചതായ ദൗത്യം എപ്രകാരമായിരിക്കുന്നു? കഴിഞ്ഞ ദിവസം ദേവദാസൻ ഓർപ്പിച്ചു, ഒരിടത്ത് ചെന്നപ്പോൾ ഓടി വന്നു പറയുന്നു, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ പറയും എന്നുള്ളത് കഴിഞ്ഞ രാത്രി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലും ഒരു ചിന്ത വന്നു. എൻ്റെ ഹൃദയത്തിലൊരു സംഭവം, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗൾഫിൽ ഒന്ന് പോയിരുന്നു. പോയപ്പോൾ മസ്കറ്റിലും പോയി, ചില ഇടങ്ങളിൽ മീറ്റിംഗ് നടത്തി, പലയിടങ്ങളിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടതായ ഒരു സാക്ഷ്യം ഞാൻ ഇരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഞാനിവിടെ വരുമ്പോൾ എൻ്റെ പേര് ലക്ഷ്മണൻ എന്നായിരുന്നു, ഇപ്പോൾ എൻ്റെ പേര് ജോൺ ലക്ഷ്മണൻ എന്നാണ്. അത് ഈ ദൈവദാസൻ മുഖാന്തരമാണ് ഞാൻ ഈ രക്ഷയെങ്കിലേക്ക് വന്നത്. എൻ്റെ ഉള്ളമങ്ങ് തുടിച്ചു. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പിലത്തെ സംഭവമാണ്. അദ്ദേഹം PG വർഗീസിനെ കൊണ്ടാണ് സ്നാനപ്പെടുത്തിയത്. അന്ന് CSIയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് സ്നാനപ്പെടുത്തിയ മുടക്ക് ഇമ്പമാതിരി ഒഴികൊഴി പറഞ്ഞ് ഭയപ്പെട്ടുന്നതാ. യജമാനൻ കോപിക്കുന്നതെന്ന് എനിക്ക് വിഷയമല്ലായിരുന്നു. യജമാനനെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിലും ഒരു സൂത്രത്തിലൊക്കെ ഞാനും നടന്നതാണ്. ഹല്ലേലൂയ. ഞാനതുപോലെ അന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് എങ്ങനെയും അവിടെ എത്തണം, എൻ്റെ കുടുംബമായി അവിടെ എത്തണം. ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, എൻ്റെ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞു പോലും ശേഷിക്കാതെ എല്ലാവരും നിത്യതയിലെത്തണം. മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ ഇതേമാതിരി ഓടി വന്ന് കഴിഞ്ഞ ദിവസം ദേവദാസൻ ഓർപ്പിച്ചതുപോലെ, അയ്യോ സഹോദര, അന്ന് അവിടെ വന്നപ്പോൾ, നോർത്ത് ഇന്ത്യ വന്നപ്പോൾ, ഇവിടെ വന്നപ്പോൾ, അവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു 5-6 പേരെങ്കിലും കാണണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കുവാൻ കർത്താവ് പറഞ്ഞു, എൻ്റെ വിരുന്നുശാല നിറയ്ക്കണം, എൻ്റെ വിരുന്നുശാല നിറയ്ക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ ഈ ഒരുക്കി വെച്ചതായ വിരുന്ന് എല്ലാവരും പങ്കെടുക്കണം, ആരുപോലും നശിച്ചു പോകരുത്. തൻ്റെ പുത്രനെ ലോകത്തെ ഉയർത്തിയതിൻ്റെ കാരണം ആരും നശിച്ചു പോകരുത്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി, എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഇച്ഛ. ഒരുത്തൻ പോയി പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയും ഈ സത്യം? ഇന്നലെ ദൈവദാസൻ ഓർപ്പിച്ചു, കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ശരിയാ, ഇതത്ര ഈസി ആയിട്ടുള്ള ഒന്നും അല്ല. ഭക്ഷണം ഒരുപക്ഷെ തക്ക സമയത്ത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്ഷണം ലഭിക്കുകയില്ല, യാത്ര ദുഷ്കരമായിരിക്കും, കാലാവസ്ഥ പ്രതികൂലമായിരിക്കും, അങ്ങനെ പലതും 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 പ്രതികൂലമായിരിക്കും. അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഓടി നടന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ഈ ദൗത്യം
നിറവേറ്റുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ അതിനെ അവഗണിച്ച് മുൻപോട്ട് പോയാൽ, അതിനെ അവഗണിച്ച് ഈ ദൗത്യത്തിൻ്റെ മഹത്വം കണ്ട് മുൻപോട്ട് പോയാൽ നിശ്ചയമായും ചില വ്യക്തികളെ നമുക്ക് നേടുവാൻ കഴിയും. അതെന്തിനാണ്? എൻ്റെ യജമാനൻ കോപിക്കല്ല, എൻ്റെ യജമാനനെ വല്ല വിധേനയും ഒന്ന് പ്രസാദിപ്പിക്കണം. കാര്യം തീർക്കുന്ന നാളിൽ കരം ബലപ്പെട്ടിരിക്കണം. എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, ഇതാ കർത്താവെ അധികമൊന്നും കിട്ടിയില്ല, ചില നെന്മണികളുണ്ട്, കറ്റകൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എങ്കിലും ചില നെന്മണികളുണ്ട് കർത്താവെ, ചില നെന്മണികൾ ഇതാ എന്ന് പറഞ്ഞ് കാഴ്ചവെക്കുവാൻ കഴിയുമോ? ചിറ്റാർ ഭാസ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. കുഷ്ഠരോഗിയായിരുന്നു, ക്യാൻസർ രോഗിയായിരുന്നു. ഒരിക്കൽ നടന്നുപോയ സമയത്ത് ഒരാളൊരു ട്രാക്റ്റ് കൊടുത്തു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കും. ആ ട്രാക്റ്റും പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോയി. അന്ന് ക്യാൻസറിന് ഇന്നത്തെ പോലെയുള്ള അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസ് ഒന്നും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ചികിത്സയും വളരെ പരിമിതമായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി രാത്രിയിൽ കിടന്നുറങ്ങി. അന്ന് രാത്രി ഉറങ്ങിപ്പോയി. ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കഴുത്തിലെ വേദന കൊണ്ട് ഉറങ്ങാനും വയ്യ, ജീവിക്കാനും വയ്യ. പിറ്റേ ദിവസം വളരെ ഒരുക്കത്തോടുകൂടി ചിറ്റാർ ഭാസ്കരനിരുന്നു. ഹല്ലേലൂയ. അന്ന് രാത്രിയിലും ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സിലോൺ പെന്തക്കോസ്തിന്റെ ഒരു കൺവെൻഷനിൽ എഴുതി വെച്ചിരിക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കും. ഈ പോക്കറ്റിൽ ഈ കൊടുത്ത ട്രാക്റ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. വായിച്ചു നോക്കിയപ്പോൾ ഇതാണല്ലോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അകത്ത് കയറി വെറുതെ ഇരുന്നു. ഹല്ലേലൂയ. അതിലെഴുതിയിരുന്നതായ അത് നോക്കിക്കൊണ്ടിരുന്നു. വചനം പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു. അന്ന് രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. രാത്രിയിൽ ഉറങ്ങിക്കിടന്നതായ സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, എഴുന്നേര് ഭാസ്കര എന്ന് പറഞ്ഞു. എഴുന്നേൽപ്പിച്ച് ഉറക്കത്തിലാണ്, ദർശനം കാണുന്നത് പോലെ പുറത്തു കൊണ്ടുപോയി പറഞ്ഞ്, ഭാസ്കര നിന്റെ കെട്ടഴിക്കുക എന്ന് പറഞ്ഞു. അഴിക്കുവാൻ, ഭാസ്കര കെട്ടഴിക്ക്. അഴിക്കത്തില്ല. അയ്യോ യജമാനെ, അഴിച്ചാൽ ഇത് നാറ്റമാ, അത്രമാത്രം ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറയാം. നിർബന്ധിച്ചവൻ്റെ കെട്ടഴിച്ചു. അന്നവൻ സൗഖ്യമായി. അന്നവൻ ചിറ്റാർ ഭാസ്കരൻ അവറാച്ചനായി ഏബ്രഹാമായി ആ ദിവസങ്ങളിൽ രൂപാന്തരപ്പെട്ടു. ഞാൻ പറയട്ടെ, ഒരു ട്രാക്റ്റാണ്. സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗിച്ച വ്യക്തിയല്ലായിരിക്കും ഒരുപക്ഷെ ഈ ചിറ്റാർ ഭാസ്കരൻ്റെ പേരിൽ അവൻ്റെ പേരെഴുതി ഈ ട്രാക്റ്റ് കൊടുത്ത വ്യക്തിയാണ്. ആ വിത്ത് അവൻ അവിടെ മുളപ്പിച്ചു. ആ വിത്ത് മുളത്തി ഇട്ട് കഴിഞ്ഞ് അതിന് വെള്ളമൊഴിക്കാൻ പലരുണ്ടായിരുന്നു. വെള്ളമൊഴിച്ചു, പക്ഷെങ്കിൽ വിത്ത് വെതറിയത് ഈ ട്രാക്റ്റ് കൊടുത്ത വ്യക്തിയാണ്. അവൻ്റെ പേരിലാണ് കണക്കിടുന്നത്. പ്രതിഫലം അവനാണ്, പ്രതിഫലം അവനെക്കുറിച്ചാണ്. ഒരുപക്ഷെ നാം പ്രസംഗിക്കുവാൻ വലിയ ശക്തിയോടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ആധികാരികമായി പ്രസംഗിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. വേണ്ട, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏൽപ്പിച്ച താലന്ത് വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ. ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ദാഹം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഈ പ്രതികൂലങ്ങളെയൊക്കെയും നാം അവഗണിക്കും. യേശുവിൻ്റെ രാജ്യത്തിൽ പന്തിക്കിരിക്കണമെന്ന് ആഗ്രഹം വന്നാൽ ഈ ഒഴികഴിവുകൾ എല്ലാം മാറ്റിവെച്ചിട്ട് വരുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾപ്പിച്ചതുപോലെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. മുൻപേ, സകലത്തിലും മുൻപേ, ഭർത്താവിന് മുൻപേ, ഭാര്യയ്ക്ക് മുൻപേ, കുഞ്ഞുങ്ങൾക്ക് മുൻപേ, ജോലിക്ക് മുൻപേ, ബിസിനസ്സിന് മുൻപേ, സകലത്തിനും മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക. ഹല്ലേലൂയ. എന്തിനാണ് നാം സുവിശേഷം അറിയിക്കുന്നത്? നമ്മുടെ കർത്തവ്യമാണ്. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 9:16 എന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 9:16, അത് 1 കൊരിന്ത്യർ 9:16. എനിക്ക് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ വായിച്ചാട്ടെ. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കണ്ടോ, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ചിലരോട് പോയി സുവിശേഷം അറിയിച്ചു, ചിലർക്ക് ട്രാക്റ്റ് കൊടുത്തു, സുവിശേഷ പ്രതി കൊടുത്തു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റം യേശുക്രിസ്തു തരുമെന്ന് പറയുന്നത്, അതിലെനിക്ക് വലിയ പ്രശംസയൊന്നുമില്ല. എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. കാരണം അങ്ങനെ ഒരു അന്ധകാരത്തിൽ കിടന്നവനാണ് ഞാൻ. അതിൽ നിന്നെ വലിച്ചെടുത്തതാണ്.
പിന്നെ ഒരു കർത്തവ്യം എന്നെ ഭരമേൽപ്പിച്ചു, ഒരു ചുമതല യജമാനൻ തന്നു, അത് നിറവേറ്റുന്നുള്ളതേ ഉള്ളൂ. ഒന്നും എനിക്ക് പ്രശംസിക്കുവാനോ അതിൽ പുകഴുവാനോ ഇല്ല. നന്നായൊരു പ്രസംഗം ചെയ്തതുകൊണ്ടോ, നന്നായൊന്ന് പാട്ട് പാടിയതുകൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ആകുന്നത് ദൈവകൃപയാല. താഴോട്ട് വായിച്ചാട്ടെ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പിന്നെ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അറിയിക്കുന്നില്ല എങ്കിൽ എൻ്റെ കാര്യം പോക്ക, പരിതാപകരമാ. എൻ്റെ കാര്യം വളരെ പരിതാപകരമാ. എനിക്ക് അയ്യോ കഷ്ടം. ഒരു വ്യക്തിയോടെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് വരുന്ന സമയത്ത് ട്രെയിനിൽ ഒരു 5 പേര് കയറി. റിസർവേഷനിൽ അവർക്ക് ഒരാൾക്കേ ഉള്ളൂ, ബാക്കി 4 പേരും കൂടെ കയറിയതാണ്. കമ്പാർട്ട്മെൻറ്റിൽ കയറി വളരെ റഷാണ്. അവർ വന്നിരുന്നു, ഞാനും പോട്ടെന്ന് വെച്ചു. വളരെ സൗമ്യമായി ഇടപെട്ടു. ഞാനും അങ്ങ് അനുവദിച്ചു കൊടുത്ത്, പോട്ടെ, ഇത്ര കഷ്ടപ്പെട്ടാലും വേണ്ടുകയില്ല, അവരിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കറുകുറ്റി ധ്യാന കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ളവരാ. മണിക്കൂറുകൾ കഴിഞ്ഞു, രാത്രിയായി, സന്ധ്യയായി. അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ലോകത്തിൻ്റെ ചിന്താഗതികളിലും ലോകമോഹ ഇമ്പങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവർ ബിസിനസ്സിന് ഹൈദരാബാദിൽ പോയിട്ട് മടങ്ങി വരിക. കറുകുറ്റി ധ്യാനകേന്ദ്രത്തിന് തൊട്ടടുത്ത. സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം, ഇവരോട് ഞാൻ സ്നേഹത്തോടെ ഇടപെട്ടതുകൊണ്ടാണ്. കാരണം ഈ 4 പേർക്കും കൊണ്ട് അവിടെ ഇരിക്കാൻ ഞാൻ ഒബ്ജക്റ്റ് ചെയ്തില്ല, താഴെ വേണേ കിടന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പറയാൻ അനുവദിച്ചു തന്നത്. ഇരുന്നു, പിന്നെ സംസാരിച്ചു. വലിയ പടുകുഴിയിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരാഴ്ച ധ്യാനം കൂടണം. ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക. പറയട്ടെ, കേട്ടാലും കേട്ടില്ലെങ്കിലും, വിളിയെ അവഗണിച്ചാലും അവഗണിച്ചില്ലെങ്കിലും, ആത്മാർത്ഥമായി ഒന്ന് പറയുവാൻ, സഹോദരാ, ഈ പോക്ക അപകടത്തിലാണ്, എന്തിനു ഭാരപ്പെടണം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ, ആ പ്രിയപ്പെട്ടവരോടൊന്ന് പറയുവാൻ ഒരവസരം മാറ്റിവെച്ചില്ല. മനഃപൂർവമായി വായിച്ച മോളെ, മനഃപൂർവമായി ചെയ്യണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എനിക്ക് അയ്യോ കഷ്ടം. പിന്നെ ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. ഈ മനഃപൂർവ്വം നടത്തിയാൽ ഒരു പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. ഇഹലോകത്തിലുമുണ്ട്, നിത്യതയിൽ ചെല്ലുമ്പോഴും ആ പ്രതിഫലം വാങ്ങിക്കുവാൻ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാർഗമാണിത്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാർഗമാണിത്. അതിന് യാതൊരു സംശയവുമില്ല. ദൈവശാസ്ത്രമല്ല, ഹല്ലേലൂയ, അനുഭവത്തിൽ കൂടി പറയാം. ദൈവം നീതിയായി കണക്കിടുന്ന ഒരു ദൈവമാണ്. മനഃപൂർവമായി നടത്തുന്നുവെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. മനഃപൂർവമല്ലെങ്കിലും കാര്യം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലും അത് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുക. എന്നാൽ മനഃപൂർവമായി തീഷ്ണതയോട്, താല്പര്യത്തോട്, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരത്തോടെ ഇവനെ വല്ല വിധേനയും രക്ഷിച്ചെടുക്കണം, ഈ കുടുംബം തകരാതെ ഇവരെ നിർത്തണം, അവരൊരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അവൻ്റെ നിത്യതയിൽ എത്തിക്കണമെന്നുള്ള ആ മനഃപൂർവമായുള്ള ഒരു ദാഹം, ഒരാഗ്രഹം ഉള്ളത്തിൽ നിന്ന് വന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ബാക്കി പ്രവർത്തിച്ചുകൊള്ളും. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ, നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ, ഡിഗ്രി കൊണ്ടോ, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടോ അല്ല. ഒരുവനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യാതെ നമ്മൾ എത്രമാത്രം ശക്തിയോടെ പ്രസംഗിച്ചാലും, എത്രമാത്രം അനുഭവങ്ങളെ പങ്കുവച്ചാലും അവൻ്റെ ഹൃദയത്തിൽ അവൻ കല്ലുപോലെ ആകുകയല്ലാതെ രൂപാന്തരപ്പെടുക. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് തൊട്ടാൽ മതി, ഹല്ലേലൂയ, പട്ടി മോങ്ങുന്നത് പോലെ ഇരുന്ന് മോങ്ങും. അത് നമ്മളുടെ മിടുക്കല്ല, ശ്രേഷ്ഠതയല്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനഃപൂർവ്വമായി നാം ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. റോമാലേഖനം 1:16 അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അത് പാവപ്പെട്ടവരോടായാലും പണക്കാരോടായാലും എൻ്റെ സ്റ്റാറ്റസിൽ കുറഞ്ഞവരോടായാലും എനിക്ക് അവരോട് സുവിശേഷം പറയുവാൻ ലജ്ജയില്ല. ഉന്നത നിലവാരം പുലർത്തുന്നവരോടും പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. അയ്യോ, ഈ തെരുവിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ളവർ എന്നെ കളിയാക്കത്തില്ലേ? തെരുവിൽ പോയി പ്രസംഗിക്കാമോ? അല്ലെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ, ഞങ്ങൾ 1,00,000 വീട് കോളനിയിൽ മീറ്റിംഗ് നടത്തി, ഞാനും ഏബ്രഹാം പാസ്റ്ററും കൂടി. ഇരിക്കാൻ സ്ഥലമില്ല, ഇടുങ്ങിയ മുറികളാണ്. അനേകർ രക്ഷിക്കപ്പെട്ടു. അന്ന് ഞങ്ങൾ പെന്തക്കോസ്തിൽ വന്നിട്ടില്ല. ആ നിൽക്കുന്ന സഭയിൽ അവിടെ കൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റേഡായിപ്പോയി. അനേകരെ രക്ഷിച്ചെടുക്കുവാൻ അന്ന് കഴിഞ്ഞു. ആ ഇടുങ്ങിയ മുറിയിൽ ചാരിയിരുന്നേച്ച് ഭിത്തിയെ ചാരിയിരുന്ന് വന്നു കഴിഞ്ഞാൽ പുറവൊക്കെ കരി പിടിച്ച്, ഷർട്ടിൻ്റെ പുറവൊക്കെ
വൃത്തികേടാകും. നമ്മളുടെ ഇല്ലത് ഇന്നതാണ്, അവിടെ പോയി ഇരിക്കണമെന്ന് വെച്ചാൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആരോടും ഞാൻ പറയും, എവിടെ നിന്നും പറയും. അപ്പോസ്തലൻ പറയുക, കാരണം എന്നെ രക്ഷിച്ചതാ. ഇതിൻ്റെ മഹത്വം അപ്പോസ്തലൻ മനസ്സിലാക്കി. ദൈവം വിളിച്ചപ്പോൾ, കണ്ടുമുട്ടിയപ്പോൾ, ദൈവത്തിനും ദൈവഹിതത്തിനും എതിരായി മുൻപോട്ട് പോയപ്പോൾ ആ വലിയ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് വല്ലവിധേനയും ചിലരെ രക്ഷിക്കാമോ എന്ന് വെച്ച് എൻ്റെ ചാർച്ച മറ്റാര് പിണങ്ങിയാലും വേണ്ടുകയില്ല, ഏത് വിധേനയും ചിലരെ രക്ഷിക്കാം. കർത്താവ് പറയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 21 മുതൽ വീണ്ടും വായിച്ചാട്ടെ. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും സ്ഥലമുണ്ട്, തികഞ്ഞിട്ടില്ല. ഇനിയും എൻ്റെ വിരുന്നുശാലയിൽ സ്ഥലമുണ്ട്. നീ പോയി വേഗം പോകണം. ഇങ്ങനെ നിൽക്കരുത്. നീ ഓടിച്ചെല്ല്, താമസം വിനാ നീ ചെല്ല്. നീ വേഗം ചെല്ലണം, നീ പോണം. വേറെ ആരെയും അയക്കാൻ പറഞ്ഞിട്ടില്ല. നീ പോ, ഞാനും നിങ്ങളും പോകുവാൻ. എങ്ങനെ പോകണം? വേഗത്തിൽ പോകണം, താമസിക്കല്ലേ. കാരണം വിരുന്നൊരുങ്ങിയിരിക്കുകയാണ്. എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. കാലം തന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അധികം സമയമില്ല. താഴോട്ട് വായിച്ചേ മോളെ. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾ കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തൊരുവാൻ നിർബന്ധിക്കാം. കണ്ടോ, ക്ഷണിക്കപ്പെട്ടവർ വന്നില്ലെങ്കിൽ കണ്ടവരെ അകത്ത് കൊണ്ടുവരണം. കണ്ടവരെ അകത്ത് കൊണ്ടുവരണം. യഹൂദനാണ്, അവൻ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാർ മാത്രമേ സ്വർഗത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളൊരു കൂട്ടർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് വിളിയെ തിരസ്കരിച്ച് അവഗണിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും ഇല്ലത്തിൻ്റെ പുറകെ പോയി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് സമയം ചെലവഴിക്കുവാൻ കഴിയാതെ, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുവാൻ കഴിയാതെ, അതുകൊണ്ട് സ്വന്തം കാര്യം ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മുമ്പേ കഴിഞ്ഞ ദിവസം ദേവദാസൻ ഓർപ്പിച്ചാൽ മുൻപേ, സകലത്തിലും മുൻപേ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, വിരുന്നുശാല നിറയുകയില്ല. യജമാനന്റെ ഇഷ്ടമാണ് എൻ്റെ വിരുന്നുശാല നിറയ്ക്കണം, കണ്ടവരെ അകത്ത് കൊണ്ടുപോവാം. ക്ഷണിക്കപ്പെട്ടവർ വന്നില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്തവർ വരും. അന്ന് അനേകർ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. നമ്മുടെ കണക്കൂട്ടുകളിലെ തെറ്റിച്ചുകൊണ്ട് അനേകർ സ്വർഗരാജ്യത്തിൽ കാണും. വേഗത്തിൽ പോകണം, വിരുന്നുശാല നിറയ്ക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രകാരം നാം വായിക്കുന്നു. ആരാം സൈന്യം ശമരിയെ വളഞ്ഞു. വലിയ ഒരു ക്ഷാമം അവിടെ ഉണ്ടായി. പട്ടിണി കിടക്കുകയാണ്. ദൈവം അവിടെ പ്രവർത്തിക്കുന്ന വഴികൾ കാണാം. 4 കുഷ്ഠരോഗികളെ കൊണ്ട് ആ അരാം സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് ചെന്നപ്പോൾ അതെല്ലാം കാലിയായി കിടക്കുകയാണ്. അവരാ ഒരു കുടിലിൽ കയറി തിന്നുകുടിച്ചു. നോക്കുമ്പോൾ കുറേ സ്വർണവും വെള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് ഒളിച്ചു വെച്ചു. അവരുടെ ഹൃദയത്തിൽ തോന്നി, ഇന്ന് സദ്വർത്തമാന ദിവസമാണ്, നമ്മൾ മാത്രം ഇങ്ങനെ തിന്നുകുടിച്ച്. ഇവിടെ ശമരിയക്കാർ പട്ടിണി കിടക്കുകയാണ്, വലയുകയാണ്. അവർ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയാ, നാം മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. ഓടിച്ചെന്നറിയിക്കണം, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഹല്ലേലൂയ, വലിയ ഒരു കൊള്ള ഇവിടെയുണ്ട്. പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, ഞെരുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, ക്ഷാമത്താൽ വലയേണ്ട. കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴികളെ കുറിച്ച്. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, ഒരുങ്ങിയിരിക്കുവാൻ. ഹല്ലേലൂയ, മിണ്ടാതെ ഇരിക്കല്ലേ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ. പോകുക, ക്ഷണിക്കുക, വിരുന്നുശാല നിറയ്ക്കുക. ദൈവരാജ്യത്തിൻ്റെ ഹല്ലേലൂയ. റെയ്നാഡ് ബോങ്കെ അല്ല, ബെർണാഡ് ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു, ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നരകം കാലിയാകട്ടെ, സ്വർഗം നിറയട്ടെ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. നരകം കാലിയാകട്ടെ, ഈ ദിവസങ്ങളിൽ വരട്ടെ, ജനം ആരാധിക്കട്ടെ. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന അരുളി ചെയ്ത കർത്താവിനെ സത്യത്തിൽ ആരാധിക്കണം. ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവരായി ആരാധിക്കുവാൻ അനേകരെ കൂട്ടിക്കൊണ്ടുവരാം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാര്യം തീർക്കുന്ന നാളിൽ കരം ബലപ്പെട്ടിരിക്കണം. ഇത് സ്വർഗം സന്തോഷിക്കുന്ന മാർഗമാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവദൂതന്മാരുടെ മധ്യേ സ്വർഗത്തിൽ ഹല്ലേലൂയ സന്തോഷമുണ്ട്. സ്വർഗം സന്തോഷിക്കുവാൻ, ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്ന താലന്തുകളെ ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ. സ്വർഗം സന്തോഷിക്കട്ടെ. ദൈവദൂതന്മാരുടെ മധ്യേ ഒരു സന്തോഷമുണ്ടാകട്ടെ. ആ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ. ഇത് പ്രതിഫലമുള്ളതാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന ഏവനെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ. നാം മാനിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു പക്ഷേ നമ്മെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല. പലപ്പോഴും പ്രതികൂലങ്ങളിൽ കൂടി വേണം പോകുവാൻ. ഏത് സാഹചര്യമായിരുന്നാലും ദൈവം കൂടെയുണ്ടെങ്കിൽ നിശ്ചയമായും മുൻപോട്ട് പോകുവാൻ കഴിയും, ആത്മാക്കളെ നേടുവാൻ കഴിയും. ഇത്രയേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നീ പോകുക, നീ വേഗത്തിൽ ചെല്ലണം, നീ തന്നെ പോകണം. വഴിത്തലയ്ക്കലും വഴിയിലും കാണുന്ന ഇടങ്ങളിലും എവിടെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം വയൽ പ്രദേശമാണ്. നമ്മുടെ മുമ്പിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി വന്നാൽ അതൊരു വയലാണ്. ട്രെയിനിലായാലും ബസ്സിലായാലും യാത്രയിലായാലും അതൊരു വയലാണ്. അവിടെ വേലക്കാരനായി ഇറങ്ങുക. വഴിത്തലയ്ക്കലായാലും കൊള്ളാം, വേലിത്തലായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം, സമ്പന്നനായാലും ദരിദ്രനായാലും കുചേലനോ കുബേരനോ ആരുമായിക്കൊള്ളട്ടെ, ഈ കർത്താവിനെ അറിയുന്നില്ല എങ്കിൽ അവൻ ഒരുക്കി വെച്ചതായ രക്ഷ, പാപമോചനവും മനസ്സാന്തരവും അറിയുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതം പരാജയമാണ്. ഇതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ചെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. 14 അധ്യായത്തിൻ്റെ 23 വാക്യം വായിച്ച്, യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തൊരുവാൻ നിർബന്ധിക്കാം. പോകുവീൻ, അറിയിക്കുവീൻ, കൂട്ടിക്കൊണ്ടുവരുവീൻ. ദൈവമായ കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.